തീരുമാനിച്ചുകൊണ്ട് ഇവർ പറയുന്നത് 14 ദിവസം കൊണ്ട് ഇവിടുത്തെ ഷീറ്റുകളുടെ പ്രവർത്തനം കഴിയുന്നതാണ്. ഈ 14 ദിവസം ഈ കുട്ടികൾ എവിടെ പഠിക്കും, എവിടെ ഇരുന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന തീരുമാനം ഇവിടുത്തെ അധികൃതർ തരണം. ഇത് 2 മണിക്ക് തുടങ്ങിയ വിഷയമാണ്. ഇപ്പൊ ഏകദേശം പ്രിൻസിപ്പൽ പറയുന്ന ഒരു തീരുമാനം എന്താണ്, ഇപ്പൊ എന്താണ് മറുപടി നൽകുന്നത് എന്താണ്? 11 മണിക്ക് വന്ന വിഷയമാണ്, 4:30 മണിയായി. ഒരു PTA ഒരു ഭാരവാഹി പോലും ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ അവര് വിളിക്കുമ്പോ പറയുന്നത് അവർ സ്ഥലത്തില്ല, സൗകര്യം ഇല്ല എന്നാണ്. അവർക്ക് സൗകര്യമെങ്കിൽ PTA പിരിച്ചുവിട്ടോട്ടെ. ഇത് ഇത്രയും പെൺകുട്ടികളായതുകൊണ്ടാണ് അവഗണന. പെൺകുട്ടികൾക്ക് ഇത്രയും ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കാതെ ഒരു കുട്ടി തല ഇറങ്ങി ഭക്ഷണം കഴിക്കാതെ പുറത്തേക്ക് ഭക്ഷണത്തിന് മുഴുവുണ്ട്. PTA അധികം വിളിക്കുമ്പോൾ വരുന്നില്ല. ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. അവര് മറുപടി തരുന്നില്ല. ദിവിഷ, ഇപ്പോഴും മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നം. മറുപടി ലഭിക്കുന്നത് വരെ അവർ മടങ്ങാനും തയ്യാറല്ല. തിരിച്ച് പ്രതിഷേധത്തിന് ഒരടി പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ്. അത്തരത്തിൽ രോഷാകുലരായ ഈ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കൾ ചേരുന്ന സംവിധാനമാണല്ലോ PTA. അപ്പോൾ ഈ കുട്ടികൾ സമരം ഇരിക്കുന്ന കുറെ നേരമായി നമ്മൾ തന്നെ കാണിക്കുന്നു. അല്ലാതെയും അവർ അറിഞ്ഞിട്ടുണ്ടാവും. ഉത്തരവാദിത്തപ്പെട്ടവരാണെങ്കിൽ ഒന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ട അത്യാവശ്യമാണ്. ഈ അധ്യാപകർ അവർക്കും ചുമതലയുണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ. ഇപ്പൊ അവരുടെ നിലപാട് എന്താണ്? അധ്യാപകർ ഒരു വശവും പ്രിൻസിപ്പൾ എതിർവശമാണോ? ഇതെന്താണ് സംഭവിക്കുന്നത് അവിടെ? തുടക്കം തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇത് നമുക്ക് ഇവിടെ തന്നെ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള PTA യോഗം ചേർന്ന് സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ ഇന്റേണലായുള്ള യോഗം ചേർന്നുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയം തന്നെയാണ്. പക്ഷേ എന്തിനും ഈ അനാസ്ഥ എന്തുകൊണ്ട് ഇത്ര നീണ്ടുപോയി എന്നുള്ളതാണ്. ഒരു കൊല്ലത്തോളം അവരുടെ +1 പഠനം പൂർത്തിയാക്കി +2ലേക്ക് കടന്ന വിദ്യാർത്ഥികളാണ്. ഇവിടെ അഡ്മിഷൻ എടുത്തത് മുതൽ നേരിടുന്ന പ്രശ്നമാണ്. എന്നിട്ടും പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം അത് എന്തുകൊണ്ട് നീണ്ടുപോയി എന്നുള്ള ചോദ്യമാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. നമ്മളും അതേ ചോദ്യം തന്നെയാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഈ PTA ഉൾപ്പെടെ ഒരു അനാസ്ഥ കാണിച്ചു എന്ന ഒരു ആരോപണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷിതാക്കൾ ഈ PTA അസോസിയേഷൻ ഈ ആവശ്യം ഏത് തരത്തിൽ ഇതിന്റെ മുന്നിൽ ഉന്നയിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് കൂടുതലായി അറിയേണ്ടതായി തന്നെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഈ മുദ്രാവാക്യം വിളികൾ ഉയർന്നു തന്നെ കേൾക്കുകയാണ്. പ്രിൻസിപ്പൽ ഇതിനൊരു മറുപടി പറയാൻ തയ്യാറാകാതെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരം തന്നെയാണ് ഈ BP അങ്ങാടി ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കാണുന്നത്. ദിവിഷ.